റിപ്പോർട്ടർ ബ്രേക്കിംഗ്. അട്ടപ്പാടിയിൽ വീണ്ടും LDF-ന് തിരിച്ചടി. അഗളി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മഞ്ജു രാജിവെച്ചു. അഗളി പഞ്ചായത്തിൽ UDF അംഗമായി വിജയിച്ച മഞ്ജു LDF പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുകയായിരുന്നു. മഞ്ജുവിനെതിരെ ശക്തമായ നടപടിയിലേക്ക് കോൺഗ്രസ് കടക്കാനിരിക്കെയാണ് നീക്കമെന്നും താൻ എന്നും കോൺഗ്രസ് പ്രവർത്തകയായിരിക്കുമെന്നും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് LDF മെമ്പർമാർ പിന്തുണയ്ക്കുക മാത്രമാണ് ചെയ്തതെന്നും മഞ്ജു റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം. ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ്. അന്നും ഇന്നും നാളെയും അങ്ങനെ തന്നെയായിരിക്കും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ LDF മെമ്പർമാർ എനിക്ക് പിന്തുണ നൽകുക മാത്രമാണ് ഉണ്ടായത്. ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ഈ പിന്തുണ ഞാൻ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിനാൽ പ്രസിഡന്റ് സ്ഥാനം ഞാൻ രാജിവെക്കുന്നു. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇക്ബാൽ ഒരു ദിവസത്തേക്ക് മാത്രം പ്രസിഡന്റായ കക്ഷിയായി പാവം മഞ്ജു സത്യപ്രതിജ്ഞ ചെയ്ത് അധിക ദിവസം ഇരിക്കാനും സാധിച്ചില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ ശക്തമായ സമ്മർദ്ദമുണ്ടായിരുന്നു. അച്ചടക്ക നടപടി വരുന്ന ഘട്ടത്തിലാണോ മഞ്ജുവിന്റെ രാജി? അരുൺകുമാർ, തീർച്ചയായും കോൺഗ്രസ് ഇന്ന് വൈകുന്നേരം വരെ ഒരു അവസരം മഞ്ജുവിന് നൽകുകയായിരുന്നു. മഞ്ജു ആദ്യം അത്തരത്തിലൊരു അവസരം സ്വീകരിക്കില്ല എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നതെങ്കിൽ പിന്നീട് ഇപ്പോൾ കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ള ഈ ഒരു ഓഫർ മഞ്ജു സ്വീകരിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ LDF അംഗങ്ങളുടെ കൂടി ഒരു പിന്തുണയോടുകൂടി ലഭിച്ചിട്ടുള്ള ആ പ്രസിഡന്റ് സ്ഥാനം ഇപ്പോൾ മഞ്ജു രാജിവെച്ചിരിക്കുന്നു. അഗളി പഞ്ചായത്ത് സെക്രട്ടറിക്ക് മഞ്ജു 10 മണിയോടുകൂടി ഈ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം എത്തി ഈ രാജിക്കത്ത് കൈമാറുകയായിരുന്നു. പിന്നീട് സെക്രട്ടറി അത് ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മഞ്ജുവിൻ്റെ ഒരു പ്രതികരണം കൂടി ഇപ്പോൾ നമ്മൾ കേട്ടതാണ്. അന്നും ഇന്നും എന്നും താൻ കോൺഗ്രസ് പ്രവർത്തകയാണ്. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ LDF അംഗങ്ങൾ തന്നെ പിന്തുണച്ചു. അത് പിന്നീട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൻ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ആ പിന്തുണ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തനിക്ക് കഴിയുകയില്ല. അതുകൊണ്ടാണ് താൻ ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ മഞ്ജു നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അഗളിയിൽ മഞ്ജുവിനെതിരെ ഉണ്ടായത്. മഞ്ജുവിനെ അധിക്ഷേപിക്കുന്ന വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ അഗളിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്തിനെ നെടുമുറ്റത്ത് ഇറങ്ങി നിന്ന് വിളിക്കുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായിരുന്നു. ഇതിലും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സീറോ മലബാർ സഭയിലെ വൈദികർ ഉൾപ്പെടെ പ്രതിഷേധം അറിയിക്കുകയെല്ലാം ചെയ്തതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് നൽകിയ ഒരു നിർദ്ദേശം പോലെ മഞ്ജു ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം വരെ ഒരു സമയം നൽകും തെറ്റുതിരുത്താൻ എന്നുള്ളതായിരുന്നു DCC പ്രസിഡന്റ് തങ്കപ്പൻ ഉൾപ്പെടെ അല്പസമയം മുമ്പ് റിപ്പോർട്ടർ ടിവിയിലൂടെ തന്നെ വ്യക്തമാക്കുകയും ചെയ്ത് അതിനുശേഷമാണ് ഇപ്പോൾ മഞ്ജു രാജിവെക്കുകയും ചെയ്തത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ അഗളിയിലും സംഭവിച്ചിരിക്കുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവിടെ LDF-നുണ്ടായിരുന്ന എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അഗളി ബ്ലോക്ക് പഞ്ചായത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ 3 പഞ്ചായത്തുകളായിക്കോട്ടെ അതെല്ലാം LDF-ന് നഷ്ടമായി. അഗളിയിൽ പക്ഷേ ഒരു ട്വിസ്റ്റോടുകൂടി മഞ്ജുവിനെ ഒപ്പം നിർത്തി ഭരണം പിടിച്ച LDF ഇപ്പോൾ ഇതാ മഞ്ജു രാജിവെച്ചതോടുകൂടി ആ തദ്ദേശ സ്ഥാപനം കൂടി നഷ്ടപ്പെടുന്നു. ഇതോടുകൂടി മലയോര മേഖലയായ അട്ടപ്പാടിയിൽ ഇപ്പോൾ LDF സമ്പൂർണ്ണമായി അവർക്ക് ഒരു മേഖലയിലും ഭരണമില്ലാത്ത സ്ഥിതിയിലേക്ക് ഈ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. പുതൂർ പഞ്ചായത്തിലെല്ലാം LDF 0 സീറ്റിലേക്ക് വീണതാണ്. അവിടെ നിന്നാണ് ഒരു ട്വിസ്റ്റ് നടത്തി അഗളിയിൽ അവരൊരു തിരിച്ചുവരവ് നടത്തി ഇപ്പോൾ ഇതാ അഗളിയും അവരെ കൈവിട്ടിരിക്കുന്നു. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മഞ്ജു രാജിവെച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും കോൺഗ്രസ് പറഞ്ഞു ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് തീരുമാനം എടുത്തോണം, ഇല്ലെങ്കിൽ മഞ്ജു പാർട്ടിക്ക് പുറത്താണ് എന്ന ആ ഭീഷണി ഫലിച്ചു. മഞ്ജു ഇതാ രാവിലെ 10 മണിയായപ്പോൾ തന്നെ സെക്രട്ടറിക്ക് രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി മഞ്ജു അഗളി പഞ്ചായത്തിന്റെ പ്രസിഡന്റല്ല, LDF-ന്റെ പിന്തുണയോടുകൂടിയാണ് മഞ്ജു അവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത്. LDF അംഗങ്ങളുടെ പിന്തുണ താൻ സ്വീകരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ മഞ്ജു പറഞ്ഞിരിക്കുന്നത്. മഞ്ജു അങ്ങനെ രാജിവെച്ചിരിക്കുന്നു.